പോലും തോന്നുന്നില്ല. ഒരു മൃഗവാത് സാറല്ല അത്. ഉണ്ട് അങ്ങനെ പഠിപ്പിക്കാനേ വരാൻ പാടില്ല. ഒരു കോളേജിലും ഒരു സ്റ്റുഡൻസിനെയും പഠിപ്പിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു നിതിൻ രാജിന്റെ മരണത്തെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്തുകൊണ്ട് അവിടുത്തെ കുട്ടികൾ ഈ സ്വന്തം സുഹൃത്ത് മരിച്ച് അവന്റെ അടക്കത്തിന് ആ വീട്ടിലേക്ക് അവർ വന്നില്ല എന്നതിന് ഒരു ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് രണ്ട് കാര്യമാണ്. ഒന്നെങ്കിൽ അവർക്ക് നട്ടലില്ല, അല്ലെങ്കിൽ അവർ അത്രയേറെ ഭീഷണിക്ക് വഴങ്ങിയിരിക്കുന്നു, അവർ അടിമകളാണ്. നോക്കൂ, ഈ റാം എന്ന് പറയുന്ന ആ ഒരു നരാധമൻ, ആ ഒരു നാറി അധ്യാപകൻ, ഇതിനു മുമ്പ് തന്നെ, അധ്യാപകൻ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിളിക്കുന്നില്ല, ഇതിനു മുമ്പ് തന്നെ മറ്റൊരാളെ കൊന്നിരുന്നു എന്ന് ഈ പിള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാം വർഷവും അവസാന വർഷവുമാണത്രേ ഈ നാറി ഉള്ളത്. അതുകൊണ്ട് തന്നെ 11th ക്ലാസ്സുകളിൽ നടക്കുന്ന ഇവൻ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകൾക്ക് ഒന്നും പറയില്ല. ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അല്ലെങ്കിൽ കോളേജുകളിൽ ഈ അധ്യാപകർ പിള്ളേരെ പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. രണ്ടാണ്. ഒന്ന് ഇന്റേണൽ മാർക്കാണ്, മറ്റൊന്ന് അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസ് ഇത്ര എണ്ണം ഇല്ല എങ്കിൽ പിന്നെ ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. പലപ്പോഴും ഈ അറ്റൻഡൻസ് ഇല്ലാതാക്കുന്നത് പോലും ഇത്തരത്തിലുള്ള നരാധവന്മാരായിട്ടുള്ള നാറികളായിട്ടുള്ള അധ്യാപകരാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ പോലും അത്തരത്തിലുള്ള ഒരു എക്സാമ്പിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ വ്യക്തിക്ക് വേണ്ട പണിയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ കുത്തിരിക്കുന്നത് എന്നതിനാൽ അതിൻ്റെ പിന്നാലെ ഞാൻ പോകുന്നില്ല. എന്നാലും ഞാൻ ഇപ്പം പറഞ്ഞു വെക്കട്ടെ, ഈ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ഇത്തരം കോളേജുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അവസാന തീരെയാണ് ആ പാവം പയ്യൻ. നോക്കൂ, എത്ര പെട്ടെന്നാണ് ഈ ഒരു വിഷയത്തെ ഡൈവേർട്ട് ചെയ്തിട്ട് അവന് ഏതൊരു ആപ്പിൽ നിന്ന് പണം എടുത്തിരുന്നു, അതിന്റെ ഭാഗമായിട്ട് ഇവന് മാനസിക പ്രശ്നം കൊണ്ട് ചാടി മരിച്ചതാണ് എന്ന രീതിയിൽ ഈ വാർത്തയെ ഡൈവേർട്ട് ചെയ്യാൻ പോലും ഇതിനിടയ്ക്ക് ശ്രമം നടത്തി എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ പ്രിവിലേജിന്റെ ഒരു മഹാഭാഗ്യം. ഈ പറയുന്ന അധ്യാപകരുടെ പ്രിവിലേജിന്റെ ഒരു മഹാഭാഗ്യം. ജാതിയിൽ ഉയർന്നു പോയാലുള്ള അവർ പ്രിവിലേജിന്റെ അവർക്ക് കിട്ടുന്ന ഒരു ഗുണം അതാണ്. അവർക്ക് വേണമെങ്കിൽ ഉന്നതരായിട്ടുള്ള ആളുകളെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയും, കേസുകൾ മാറ്റിമറിക്കാൻ സാധിക്കും, ഇതിന്റെ കാരണങ്ങൾ മുഴുവൻ വെളിപ്പെടുത്താൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഇന്നോളം വെച്ചിട്ട് ഇതുപോലെ ആത്മഹത്യ ചെയ്ത 14-15 കുട്ടികളുണ്ട്. ഒരൊറ്റ കേസിലും അതിൽ കുറ്റക്കാരെന്ന് പറയുന്ന അധ്യാപകർ എന്ന് പറയുന്ന ആളുകൾ ഇതുവരെ കോടതി കയറിയിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഒന്നുകൂടി പറയട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ തന്നെ പറയുന്നു, ഈ കേസ് മാധ്യമങ്ങൾ പൊതുജന സമൂഹം ഏറ്റെടുത്തു. എന്നിട്ട് പോലും കുറ്റക്കാരെന്ന് പറയുന്ന അവരുടെ ഒരു ഫോട്ടോ പോലും മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു ചാനലുകളിൽ കുറ്റക്കാരെന്ന് പറയപ്പെടുന്ന ഇവർ പറയുന്ന റാം 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 എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ റാമിന്റെ ഫോട്ടോ നിങ്ങൾ ഏതൊക്കെ ചാനലിൽ എത്ര തവണ കണ്ടു? നമ്മൾ ആകെ കണ്ടത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ മാത്രമാണ്. ധൈര്യത്തോടു കൂടിയിട്ട് ആ ഒരു കുറ്റക്കാരൻ്റെ ആ ഒരു എല്ലാ പ്രിവിലേജുമുള്ള ആ ഒരു കൊലപാതകിയുടെ ഫോട്ടോ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി ഇതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഇവന്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ ഉറ്റ സുഹൃത്താണ് ആർച്ചയാണ് നമ്മളോട് സംസാരിക്കുന്നത്. പറയും നോക്കൂ, ആ ഒരു മനുഷ്യനെ, അയാൾ മനുഷ്യനല്ല, ആ ഒരു ആളെ ഒരിക്കലും അധ്യാപകൻ പോലും വിളിച്ചു പോകരുത്, അയാൾ അതിന് അർഹനല്ല എന്നാണ്. സാറെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. ഒരു മൃഗവാത് സാറല്ല അത്. ഉണ്ട് അങ്ങനെ പഠിപ്പിക്കാനേ വരാൻ പാടില്ല. ഒരു കോളേജിലും ഒരു സ്റ്റുഡൻസിനെയും പഠിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പാടില്ല. സ്റ്റാർ അല്ലത്. ക്ലാസ്സിൽ പബ്ലിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എല്ലാം സത്യം, പറഞ്ഞതൊക്കെ സത്യ. ഇതിലൊന്നും കള്ളത്തിന് ഒന്നുമില്ല. മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പൊ ഇത് പറഞ്ഞിട്ട് എന്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ ഈ കുട്ടിയടക്കം ഭയപ്പെടുന്നു. ഇതിനുശേഷം താൻ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഇത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെറർ ഗ്രൂപ്പിനെതിരെ വർത്തമാനം പറഞ്ഞതിനല്ല ഈ കുട്ടി ഇങ്ങനെ ഭയപ്പെടുന്നത്. തന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെതിരെ ഒരു വാക്ക് പറഞ്ഞതിനാണ് ഈ കുട്ടി ഇങ്ങനെ ഭയപ്പെടുന്നത്. ഇനി എൻ്റെ ജീവിതം എന്താകുമെന്ന് പോലും എനിക്കറിയില്ല. ശരിയാണ്, ഇത്തരം കുട്ടികളുടെ ജീവിതത്തിലേക്ക് കരുനിഴൽ പോലെ ഇത്തരം അധ്യാപകർ വീണ്ടും വരും. അവൻ അവിടെ പഠിപ്പിക്കാൻ പാടില്ല, അവനെ എല്ലാ കോളേജിൽ നിന്നും പുറത്താക്കണം. ഒരു സ്ഥലത്തും അധ്യാപകനായിട്ട് ആ ഒരു വൃത്തികെട്ടവൻ ഇനി കയറി പോകാൻ പാടില്ല എന്നുള്ള. അതിനെന്ത് ചെയ്യാൻ കഴിയും? ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക്, മാധ്യമങ്ങൾക്ക്, ഗവൺമെന്റിന്, അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക്, അവിടെയുള്ള രക്ഷിതാക്കൾക്ക്, അറ്റ്ലീസ്റ്റ് അവിടെ പിള്ളേരെ പഠിപ്പിക്കാൻ വിടുന്ന രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? രക്ഷിതാക്കൾ ഗ്രൂപ്പ് ഉണ്ടാക്കണം.
അവർക്ക് ഇനി ഒരു അധ്യാപകനോട് പഠിപ്പിക്കാൻ പാടില്ല, അവനുണ്ടെങ്കിൽ ആ കോളേജ് തന്നെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള താക്കത്തുണ്ടാവണം. അതിന് താക്കത്ത് എത്ര രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു താക്കത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ സംഭവിക്കുന്നത്. പല രക്ഷിതാക്കളെ അവിടെ വിളിച്ചു വരുത്തി അപമാനിച്ചിട്ടെന്താ പറയുന്നത് ഈ റാം എന്ന് പറയുന്ന എന്നിട്ട് പോലും ആ രക്ഷിതാക്കൾക്ക് ഒന്ന് കൂട്ടം കൂടിയിട്ട് എന്തുകൊണ്ട് ഈ ഒരു മനുഷ്യൻ മാത്രം ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നു എന്നതൊന്ന് അന്വേഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ കുട്ടികളൊക്കെ അങ്ങോട്ട് വിട്ടെ? ഈ ആർച്ച പോലും ഇപ്പൊ പറയുന്നു നോക്കി, എന്റെ ജീവിതം എന്താകുമെന്ന് പോലും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എനിക്ക് രാത്രി ഉറങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ടിരുന്നിട്ട്. സാർ അന്ന് പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ നമുക്ക് ദന്തൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഇനി റാം സാർ വന്നാൽ നമ്മളിപ്പോ പറയുന്നത് എന്താവും എന്നുള്ള കൺഫ്യൂഷൻ. ഇപ്പൊ തേർഡ് ഇയറും ഫസ്റ്റ് ഇയറും റാം സാർ ഉണ്ട്. സാറിന് ഫസ്റ്റ് ഇയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തേർഡ് ഇയറിൽ ചെയ്യും. അപ്പൊ ആ ഒരു പേടി ഉണ്ടാകും. എത്ര കൃത്യപ്പെട പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ തേർഡ് ഇയറിൽ ചെയ്യും. എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇവർ അറ്റൻഡൻസ് വെട്ടി കുറയ്ക്കും, അല്ലെങ്കിൽ അധ്യാപകർക്ക് കൊടുക്കേണ്ട ഒരു കോൺടാക്ട് ഉണ്ട്, അവർക്ക് കൊടുക്കേണ്ട മാർക്കുകളുണ്ട്, ആ മാർക്ക് വെട്ടി കുറയ്ക്കും. 20 മാർക്കാണെങ്കിൽ 2 മാർക്ക് മാത്രം കൊടുക്കുന്ന അധ്യാപകരൊക്കെ നിലവിലുണ്ടെന്നതാണ്. അതിലൂടെ കടന്നു പോയനാ ഞാൻ. 20 മാർക്കിൽ വെറും 2 മാർക്ക് മാത്രം കിട്ടിയിട്ട് മെനക്കെട്ട് പോയ ഒരു ലൈഫ് കൂടി നമ്മുടെ ഒപ്പം ഉണ്ടെന്നും ഇതിനൊപ്പം ചേർത്ത് പറയട്ടെ. എന്തായാലും അതവിടെ കെടുക്കട്ടെ. എന്തായാലും ഇങ്ങനെയുള്ള ഒരു ലൈഫുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ആരും ഒന്നും മിണ്ടാത്തെ. എനിക്കിത് പറഞ്ഞ ഓക്കെ, എന്റെ ബാക്കിയുള്ളവർ എനിക്ക് പറയാമെന്ന് എനിക്കറിയാം. അത് ഞാനായിട്ട് എന്റെ ക്ലാസ്സിൽ പറയാന്ന് വെച്ചേ. സാറിന് സസ്പെൻഷൻ എന്തോ കഴിഞ്ഞ വർഷം എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. സാറ് ക്ലാസ്സിലും പറയാറുണ്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലൊന്നുമില്ല, അതിനെക്കാട്ടി ഞാൻ ഊർജ്ജത്തോടെ ഞാൻ ക്ലാസ്സിൽ വരും. നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ, എന്താന്ന് വെച്ച് കംപ്ലൈന്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഇപ്പൊ കൊടുത്തിരിക്കുന്ന സസ്പെൻഷനാ ഇതാണോ വേണ്ടത്? അല്ല, ഇത്തരത്തിലുള്ള ആളുകൾ ഡിസ്മിസൽ ചെയ്യണം, അവിടുന്ന് പുറത്താക്കണം എന്നുള്ളതാണ്. ഇതുവരെയും നടത്തിയിട്ടില്ല. ഇനി ഒരു ദളിത് സ്ത്രീ പണിക്ക് പോകുന്ന വീട്ടിൽ ഒരു മാല കാണാതായാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ കള്ളി എന്ന് മുദ്ര കുത്താനും വിദ്യ നേടിയെത്തുന്ന കുഞ്ഞുങ്ങളെ ജാതിയും മതവും നിറവും തിരഞ്ഞ പുഴുത്ത പട്ടികളെന്ന് മാറ്റി നിർത്താനും ഇന്നും കഴിയുന്ന ഒരു പുരോഗമന കേരളം. കുന്നോളം പ്രതീക്ഷകളുമായി ആ വിദ്യാലയത്തിന്റെ പടി കയറുമ്പോൾ ജീവിതത്തെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെ കുറിച്ച് എത്ര സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം അവന്. അധ്യാപക രൂപം ചമഞ്ഞ ജാതി. ഞാൻ ഈ അർഷിതയുടെ ഇൻട്രൊഡക്ഷനിലെ ആദ്യത്തെ വരി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളെല്ലാവരും കണ്ടതല്ലേ, ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വീട്ടിലത്തെ ഒരു വേലക്കാരി ജയിലാക്കപ്പെട്ടത്. പോലീസുകാർ കരുതിക്കൂട്ടി എന്നോണം അവിടുത്തെ യജമാനത്തി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ പാവം സ്ത്രീയെ കള്ളി എന്ന് പറഞ്ഞുകൊണ്ട്, അവർ കറുത്തതായതുകൊണ്ട്, ദളിതയായതുകൊണ്ട്, വിദ്യാഭ്യാസമില്ലാതായതുകൊണ്ട്, ചേരിൽ ജീവിക്കുന്നൊരു സ്ത്രീ ആയതുകൊണ്ട് അവരെ എത്ര പെട്ടെന്നാണ് കള്ളിയാക്കുകയും ഇനിയും ഇങ്ങനെയാണെങ്കിൽ കൊന്നുകളയും നടക്കാനുള്ള ഭീഷണി അവർക്ക് കേൾക്കേണ്ടി വന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും അവരുടെ മേലേക്ക് ആ കുറ്റം ചാർത്തിയ ആ സ്ത്രീയെ കണ്ടായിരുന്നോ? എൻ്റെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയെന്ന് പരാതിപ്പെട്ട ആ ഒരു ഉന്നത കുല സ്ത്രീയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ എന്നാ ചോദിക്കുന്നേ. നിങ്ങൾ ആരും ആ സ്ത്രീയെ കണ്ടിട്ടുണ്ടായില്ല. അതിൻ്റെ പേര് കൂടിയാണ് സുഹൃത്തുക്കളെ ജാതീയത. നമ്മുടെ കേരളത്തിൽ അതിശക്തമായി തന്നെ ഈ ജാതീയത നിലനിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ പഴയതുപോലെ, പഴയ പുസ്തകങ്ങൾ കാണുന്ന പോലെ, തൊട്ടുകൂടാതെ അകലെ നിൽക്കുന്നത് പോലെ, ക്യൂ ആയിട്ട് നിൽക്കുന്ന പോലെയൊന്നല്ല, കുനിഞ്ഞു നിൽക്കുന്ന പോലെ, ഭക്ഷണം കുഴി കുത്തിയിട്ട് കുമ്പിളിൽ കഴിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് കാണണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളല്ല, അതിനേക്കാൾ വ്യത്യസ്തമായ ജാതീയ ചിഹ്നങ്ങൾ ഓരോരോ സ്ഥാപനങ്ങളിലും അകറ്റി നിർത്തിയും ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിർത്തിയും ഷെയർ ചെയ്യാതെയും ഷെയർ ചെയ്തും അങ്ങനെ പല രീതിയിലും ഇത്തരത്തിലുള്ള അവഗണനകൾ, മാറ്റി നിർത്തലുകൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു ജാതി കേരളമാണ്. അത്തരത്തിൽ ഈ കേരളത്തിൽ ഇത്തരം റാമുബാരെ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കുക തന്നെ വേണം. ആ ഒഴിവാക്കേണ്ടത് ആര് എന്നുള്ളതാണ്. നോക്കൂ, നേരത്തെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എത്രത്തോളം അത് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ സീനിയർ ആണ്. അപ്പൊ ഞങ്ങൾ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ആദ്യത്തെ സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാച്ച്മേറ്റിൽ നിന്ന് സംസാരിച്ച ശാലോം അവരുടെ ബാച്ചൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികൾ വരാത്ത സാഹചര്യമാണ്. എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഇതാരും ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോ നിതിൻ വീണു എന്ന് മാത്രം അറിഞ്ഞപ്പോൾ എല്ലാരും ഫുഡും കണ്ടിട്ട് എല്ലാരും ഓടിയപ്പം അവിടെ ഫുൾ എന്താണെന്നറിയില്ല, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, ടീച്ചേഴ്സ് ഓട്ടം, സാറന്മാരും ഓട്ടം, എല്ലാരും എന്താണെന്നറിയില്ല, എല്ലാരും ഷോക്കായി. ഇപ്പൊ തളർന്നു പോയി. മരിച്ചെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരേപോലെയായിരുന്നു.
തീർച്ചയായിട്ടും ഉറ്റ സുഹൃത്താണ് അതുവരെ ക്ലാസ്സിലുണ്ടായിരുന്ന സംസാരിച്ചിരുന്ന അത് ഈ പറയുന്ന ആർച്ചാന്ന പെൺകുട്ടിയുടെ അവൻ പറഞ്ഞിട്ടുള്ള നീയാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നാണ്. അങ്ങനത്തെ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടേക്ക് പെട്ടെന്ന് തന്നെ വരിക, അവനെ കാണുക എന്നൊക്കെ പറഞ്ഞ ഒരു പക്ഷേ അത് സാധിച്ചിരിക്കില്ല. അതിനൊപ്പം തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളൊരു ഭയം. അവൻ്റെ ബോഡി കാണാൻ പോയി കഴിഞ്ഞാൽ തങ്ങളുടെ മാർക്ക് കുറയ്ക്കപ്പെടുന്നു, തങ്ങൾ ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ, തങ്ങൾക്ക് 4 വർഷം ചെയ്യേണ്ട കോഴ്സ് 8 വർഷം 16 വർഷവും പേപ്പറുകൾക്ക് പിന്നാലെ നടക്കേണ്ടി വരുമ്പോൾ തങ്ങളുടെ മാർക്ക് ആ നരാധവൻ വെട്ടിക്കുറയ്ക്കുമോ, ഇത്തരത്തിലുള്ള ഭയം കൂടി പിള്ളേരെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഇത്തരത്തിലുള്ള അധ്യാപകർ അവിടെ ഇനിയും ഉണ്ടെങ്കിൽ അവൻ ഒരു വോയിസ് നോട്ട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്നത് ആ കോളേജിലെ ആ ഒരു സ്റ്റാഫ് റൂം മുഴുവൻ ജാതിയാണ് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്, ജാതീയതയാണ് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ മാത്രമല്ല, ഇനിയും ഉണ്ട് അവിടെ, ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഇനിയും ഉണ്ടെന്നർത്ഥം. അത്തരത്തിലുള്ള ആളുകളൊക്കെ സഡനായിട്ട് എടുത്ത് പുറത്തിടാൻ അവിടുത്തെ അധ്യാപകർക്ക്, PTA-ക്ക്, ചുറ്റുമുള്ള രാഷ്ട്രീയ സംഘടനകൾക്ക്, വിദ്യാർത്ഥി സംഘടനകൾക്ക്, അതും കണ്ണൂർ പോലെ രാഷ്ട്രീയം കൊണ്ട് ഏറ്റവും സമുന്നതമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആ കണ്ണൂരിൽ തന്നെയാണ് ഈ ഒരു കോളേജ് എന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ഇവർക്കൊന്നും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ വിദ്യാർത്ഥി സംഘടനകളെ എന്ന് മാത്രം നമുക്ക് ചോദിക്കാനുള്ളൂ. നിർത്തുന്നു സുഹൃത്തുക്കളെ, ബൈ.